എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ സർക്കിൾസ് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പേജ് 42, 43, 44 പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പേജ് 44 ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ. എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ by joining a point on a semicircle to the ends of the diameter. Then semicircles are drawn with the other two sides as diameters. ഫസ്റ്റ് ചിത്രം നോക്കിക്കേ. ഇവിടെ ഒരു അർദ്ധവൃത്തം അഥവാ സെമി സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ അഥവാ വ്യാസത്തിൻ്റെ അറ്റങ്ങൾ ഈ അർദ്ധവൃത്തത്തിലെ ഒരു ബിന്ദുവുമായിട്ട് യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയമീറ്ററിൻ്റെ അറ്റങ്ങൾ വൃത്തത്തിലെ ഒരു ബിന്ദുവുമായിട്ട് യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺ 90 ഡിഗ്രി ആണെന്ന്. അപ്പോൾ ഈ ത്രികോണം എന്ത് ത്രികോണമാണ്? മട്ടത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിളാണ്. ഇനി ഈ രണ്ടാമത്തെ പിക്ചർ എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഈ സൈഡും ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഓരോ അർദ്ധവൃത്തങ്ങൾ കൂടി വരച്ചിരിക്കുന്നു, ഓരോ സെമി സർക്കിൾ കൂടി വരച്ചിരിക്കുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സം ഓഫ് ഏരിയാസ് ഓഫ് ദി ബ്ലൂ ആൻഡ് റെഡ് ക്രസൻറ്റ് ഇൻ ദി സെക്കൻഡ് പിക്ചർ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഈ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്ന നീല ചന്ദ്രക്കലയുടെയും, ചന്ദ്രക്കല എന്ന് പറഞ്ഞാൽ ഈ സെമി സർക്കിളിൻ്റെ ഈ കുറച്ച് ഡാർക്ക് കളർ ഉണ്ടല്ലോ, ആ ഭാഗം ഇല്ലാത്ത ഇതാണ് ചന്ദ്രക്കല. ക്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ നീല ചന്ദ്രക്കലയുടെയും ചുമന്ന ചന്ദ്രക്കലയുടെയും ഏരിയയുടെ തുക എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയ്ക്ക് തുല്യമാണെന്ന് തെളിയിക്കുക. ഞാനിവിടെ ആദ്യത്തെ ആ ചിത്രം വരച്ചു. ഇതൊരു ട്രയാങ്കിളാണ്. എങ്ങനെയുള്ള ട്രയാങ്കിളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്? റൈറ്റ് ട്രയാങ്കിൾ, മട്ടത്രികോണമാണ്. എന്തുകൊണ്ടാണ് ഇത് മട്ടത്രികോണമായത്? സെമി സർക്കിളിൻ്റെ അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിൻ്റെ ഡയമീറ്റർ വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കൾ ഈ അർദ്ധവൃത്തത്തിലെ ഒരു ബിന്ദുവുമായിട്ട് യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോണാണിത്. ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്? 90 ഡിഗ്രി. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഈ വശം എ ആണെന്നും ഈ വശം ബി ആണെന്നും ഈ വശം സി ആണെന്നും ഞാൻ എടുക്കുന്നു. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ. 90 ഡിഗ്രിക്കെതിരെയുള്ളത് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമായിരിക്കും. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യും. എന്തായിരുന്നു പൈതഗോറസ് തിയറം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ? അല്ലെങ്കിൽ കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇതിനെ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഇവിടെ റൂട്ട് വരും. റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറിന് വരും. അതും കൂടെ വേണമെങ്കിൽ എഴുതാം. ഹൈപ്പോട്ടന്യൂസ് എന്നാണെങ്കിൽ എന്ത് വരും? നമ്മളതാണ് കൂടുതൽ കണക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഉപയോഗിക്കുന്നത്. റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 90 ഡിഗ്രിക്കെതിരെയുള്ളത് സി ആയതുകൊണ്ട് ഹൈപ്പോട്ടന്യൂസ് സി സ്ക്വയർ സമം ബേസ് എ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് ബി സ്ക്വയർ. സി സ്ക്വയർ സമം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. ഇനി സി ഡയമീറ്ററായ ഈ സെമി സർക്കിളിൻ്റെ ഏരിയ ഞാൻ കണ്ടുപിടിക്കുന്നു. ഈ സെമി സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഏതാണ്? ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗത്തിൻ്റെ ഏരിയയാണ് ഈ സെമി സർക്കിളിൻ്റെ ഏരിയ. ഏരിയ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്തായിരുന്നു? ഏരിയ ഓഫ് സർക്കിൾ, സർക്കിളിൻ്റെ പരപ്പളവ്. റേഡിയസ് r ആണെങ്കിൽ πr² ആണല്ലോ. അപ്പോൾ സർക്കിളിൻ്റെ പകുതിയാണല്ലോ സെമി സർക്കിൾ. അപ്പോൾ ഏരിയ ഓഫ് സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്ത് വരും? അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പകുതി വരും. പകുതി എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ സി എന്ത് വരും? പൈ ഇൻറ്റു ഇവിടെ റേഡിയസ് ഡയമീറ്റർ സി ആണ്. അപ്പോൾ റേഡിയസ് എന്ത് വരും? സിയുടെ പകുതി c/2 വരും.
അപ്പം പൈ ഇൻറ്റു ആറിൻ്റെ സ്ഥാനത്ത് c/2² ബൈ 2. ഇതെന്ത് വരും? പൈ ഇൻറ്റു സിയുടെ സ്ക്വയർ, സി ഇൻറ്റു c² ബൈ 2² എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 22 4 ബൈ 2. ഇതെന്താണ്? ഈ മുകളിലുള്ളത് ഗുണിച്ചാൽ എന്ത് വരും? പൈ ഇൻറ്റു c² എന്ന് പറഞ്ഞാൽ പൈ c² ബൈ 4 ആണ്. ഇതിനെ 2 കൊണ്ട് ഹരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിനെ 2 കൊണ്ട് ഹരിക്കുക. ഇതൊരു ഫ്രാക്ഷൻ അഥവാ ഭിന്നസംഖ്യയല്ലേ. അപ്പോൾ അതിനെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഞാൻ ഈ 2നെ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതുന്നു. ഏത് സംഖ്യയെ നമുക്ക് ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാമല്ലോ, ബൈ 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2/1. ഇപ്പോൾ 2 ഫ്രാക്ഷൻ തമ്മിലുള്ള ഹരണമാണ്. അപ്പോൾ എങ്ങനെ ഹരിക്കാം? പൈ c² ബൈ 4. 2 ഫ്രാക്ഷൻ തമ്മിൽ ഹരിക്കുമ്പോൾ ഇതിൻ്റെ വിൽക്രമം കൊണ്ട് ഗുണിച്ചാൽ മതി, റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതി. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഈ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററുമാകും, ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും. അത് തിരിച്ചിട്ട് ഗുണിക്കുക. അപ്പോൾ എന്ത് വരും? പൈ c² ഇൻറ്റു 1. രണ്ടും ഫ്രാക്ഷനായി. 2 ഫ്രാക്ഷൻ ഗുണിക്കുന്ന എങ്ങനെ? ന്യൂമറേറ്ററുകൾ തമ്മിൽ ഗുണിക്കുക ബൈ ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിക്കുക. പൈ c² ഇൻറ്റു 1 പൈ c² ബൈ 4 ഇൻറ്റു 2 8. അപ്പോൾ ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ സി എന്ത് നമുക്ക് കിട്ടി? പൈ c² ബൈ 8 എന്ന് കിട്ടി. ഇനി ഈ എ എന്ന വശം ഡയമീറ്ററായിട്ട് ഒരു സെമി സർക്കിൾ വരയ്ക്കുന്നു, ബി എന്ന വശം ഡയമീറ്ററായിട്ട് അടുത്ത സെമി സർക്കിളും വരയ്ക്കുന്നു. എ ഡയമീറ്ററായിട്ടും സെമി സർക്കിൾ വരച്ചു, ബി ഡയമീറ്ററായിട്ടും സെമി സർക്കിൾ വരച്ചു. ഇനി എ ഡയമീറ്ററായിട്ടുള്ള സെമി സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോകുന്നു. എ ഡയമീറ്ററായ സെമി സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര? ഏതൊക്കെ? ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം, നേരത്തെ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ എ. ഡയമീറ്റർ എ ആകുമ്പോൾ റേഡിയസ് എന്ത് വരും? എയുടെ പകുതി, a/2. അപ്പോൾ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്തായിരുന്നു? പൈ r² ബൈ 2 അല്ലേ സെമി സർക്കിളിൻ്റെ ഏരിയ. അപ്പോൾ എന്ത് വരും? പൈ ഇൻറ്റു ആറിൻ്റെ സ്ഥാനത്ത് നേരത്തെ ചെയ്തതുപോലെ a/2 2 ബൈ 2 ഈക്വൽ ടു എന്ത് വരും? പൈ ഇൻറ്റു എയുടെ സ്ക്വയർ a² ബൈ 2ൻ്റെ സ്ക്വയർ 4 ഹോൾ ബൈ 2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പൈ a² ബൈ 4നെ 2 കൊണ്ട് ഹരിക്കണം. 2നെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷനായിട്ട് എഴുതാം? ഏത് സംഖ്യയും ഫ്രാക്ഷനായിട്ട് എഴുതുന്ന പോലെ 2/1. ഏത് സംഖ്യയും ബൈ 1 ഇട്ട് ഫ്രാക്ഷനായിട്ട് എഴുതാം. പൈ a² ബൈ 4. 2 ഭിന്നസംഖ്യകൾ ഹരിക്കുമ്പോൾ വിൽക്രമം അഥവാ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം. നമ്മൾ തൊട്ട് മുമ്പേ വിശദമായി പറഞ്ഞതാണ്. അപ്പോൾ ഇനി ഗുണിക്കുമ്പോൾ ന്യൂമറേറ്റർ തമ്മിൽ ഗുണിച്ചാൽ മതി. പൈ a² ഇൻറ്റു 1 പൈ a² ബൈ 8. അപ്പോൾ ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ എ പൈ a² ബൈ 8 ആണ്. ഇനി ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ ബി എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗത്തിൻ്റെ ഏരിയയാണ് വരുന്നത്. അപ്പോൾ ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ ബി. ഡയമീറ്റർ ബി ആകുമ്പോൾ റേഡിയസ് b/2 ആണ്. അപ്പോൾ എന്ത് വരും? പൈ ഇൻറ്റു ആറിൻ്റെ സ്ഥാനത്ത് b/2 ഹോൾ സ്ക്വയർ. പൈ r² ബൈ 2 അല്ലേ, ബൈ 2 എന്ത് വരും? പൈ b² ബൈ 4 ബൈ 2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പൈ b² ബൈ 4 ഡിവൈഡഡ് ബൈ 2. ഡിവൈഡഡ് ബൈ 2നെ ഫ്രാക്ഷൻ ഫോമിൽ 2/1 എന്ന് എഴുതാം. പിന്നെ തൊട്ട് മുമ്പേ ഒക്കെ ചെയ്തതുപോലെ തന്നെ പൈ b² ബൈ 4 ഇൻറ്റു 1/2. ഇതെന്ത് വരും? പൈ b²നെ 1 കൊണ്ട് ഗുണിച്ചാൽ പൈ b² ബൈ 8. അപ്പം നമ്മൾ എല്ലാ സെമി സർക്കിളിൻ്റെയും ഏരിയ കണ്ടുപിടിച്ചു. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ ബ്ലൂ ക്രസൻറ്റ്, ഞാനിപ്പോൾ ഈ ഷെയ്ഡ് ചെയ്യുന്നതാണ് ചന്ദ്രക്കല എന്ന് പറയുന്നത്. ഈ സെമി സർക്കിൾ മുഴുവൻ വരികയില്ല, കണ്ടോ? ഇത്രയും ബ്ലൂ ക്രസൻറ്റ് എന്ന് വരുന്നുള്ളൂ. സെമി സർക്കിളിൻ്റെ ഈ ഭാഗം ഈ ക്രസൻറ്റിൽ ഉൾപ്പെടുന്നില്ല. ഈ ബ്ലൂ ക്രസൻറ്റിൻ്റെയും
ഈ റെഡ് ക്രസൻറ്റ് എന്ന് പറഞ്ഞാലും ആ സെമി സർക്കിൾ മുഴുവൻ ഉൾപ്പെടുകയില്ല, ഈ ഭാഗം ഉൾപ്പെടുകയില്ല. റെഡ് ക്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗം മാത്രമേ വരത്തുള്ളൂ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഏരിയ കൂട്ടിയാൽ നമ്മളിവിടെ ഒരു ട്രയാങ്കിൾ ഇല്ലേ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയ്ക്ക് തുല്യമാണെന്ന് തെളിയിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചില്ലല്ലോ, നമുക്ക് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ ഒന്ന് കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ത് വരും? ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? ഹാഫ് BH ആണ്. അപ്പോൾ ഇത് ഒരു മട്ടത്രികോണമാണ്. ഇത് ഞാൻ ബേസ് ആയിട്ട് എടുക്കുമ്പോൾ റൈറ്റ് ട്രയാങ്കിളിൽ ഓൾട്ടിറ്റ്യൂഡ് തന്നെയായിരിക്കും ഹൈറ്റ്. അപ്പോൾ ഏരിയ എന്ത് വരും? ഹാഫ് ഇൻറ്റു ബേസ് A ആണ്, A ഇൻറ്റു ഹൈറ്റ് എന്ത് വരും? B. ഓൾട്ടിറ്റ്യൂഡ് തന്നെ വരും, കാരണം റൈറ്റ് ട്രയാങ്കിൾ ആകുമ്പോൾ ഹൈറ്റും ഓൾട്ടിറ്റ്യൂഡും ഒന്ന് തന്നെ. അപ്പോൾ ഹാഫ് ഇൻറ്റു A ഇൻറ്റു B എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് AB. അപ്പോൾ ഈ ബ്ലൂ ക്രസൻറ്റിൻ്റെ ഏരിയയും റെഡ് ക്രസൻറ്റിൻ്റെ ഏരിയയുടെയും സമ്മ് എന്ത് തന്നെയാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഹാഫ് AB ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബ്ലൂ ക്രസൻറ്റിൻ്റെ ഏരിയയും റെഡ് ക്രസൻറ്റിൻ്റെ ഏരിയയുടെയും സമ്മ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ആകെ അറിയാവുന്നത് A ഡയമീറ്ററായ സെമി സർക്കിളിൻ്റെ ഏരിയ അറിയാം, B ഡയമീറ്ററായ സെമി സർക്കിളിൻ്റെയും ഏരിയ അറിയാം. അപ്പോൾ അത് രണ്ടും നമ്മൾ കൂട്ടുമ്പോൾ ഈ ഏരിയയും കൂടി അതിനകത്ത് ഉൾപ്പെടുമല്ലോ. ആ ഏരിയ പക്ഷേ നമുക്ക് ഈ ക്രസൻറ്റിൻ്റെ ഏരിയയുടെ കൂട്ടത്തിൽ ഈ ഏരിയയും ഉൾപ്പെടുകയില്ല. അപ്പം നമുക്ക് ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ A പ്ലസ് ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ B ആദ്യം കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് വേണ്ടാത്ത ഈ ഏരിയയും കൂടെ ഉൾപ്പെടും. പിന്നീട് നമുക്ക് ഈ രണ്ട് ഏരിയയും കൂടി കുറച്ചാൽ മതി. അപ്പോൾ എന്ത് വരും? ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ A എന്തായിരുന്നു? πa²/8 ആയിരുന്നു അല്ലേ? പ്ലസ് ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ B എന്തായിരുന്നു? πb²/8 എന്നല്ലേ നമുക്ക് കിട്ടിയത്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എന്ത് വരും? രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 8 ആണ്. അപ്പോൾ കൂട്ടുമ്പോഴും ഡിനോമിനേറ്റർ 8 തന്നെ എഴുതുക. ഇനി πa² πb² കൂട്ടിയാൽ എന്ത് വരും? πa² പ്ലസ് πb². രണ്ടിടത്തും പൈ ഉണ്ടല്ലോ, അപ്പം ഞാൻ പൈ ബ്രാക്കറ്റിന് വെളിയിലെടുക്കുന്നു. അപ്പം ബാക്കി എന്ത് വരും? a², മുകളിൽ എന്ത് വരും? a² പ്ലസ് പൈ പുറത്തെടുത്തു, പിന്നെ പൈ എഴുതണ്ട, b² പിന്നെ /8 വരും ആണല്ലോ. തിരിച്ച് ഗുണിച്ച് നോക്കിക്കേ. π ഇൻറ്റു a² πa² പ്ലസ് π ഇൻറ്റു b² πb²/8. ഈ ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് a² പ്ലസ് b² എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? c² ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ a² പ്ലസ് b²ന് പകരം നമുക്ക് എന്തെഴുതാം? πc²/8. അപ്പോൾ ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ A പ്ലസ് ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ B നമുക്ക് എന്ത് കിട്ടി? πc²/8 എന്ന് കിട്ടി. നമുക്ക് കിട്ടിയത് A ഡയമീറ്ററായ സെമി സർക്കിളിൻ്റെ ഏരിയയും B ഡയമീറ്ററായ സെമി സർക്കിളിൻ്റെ ഏരിയയും കൂടെ കൂട്ടിയതാണ്. നമുക്ക് പിന്നെ ബ്ലൂ ക്രസൻറ്റിൻ്റെയും റെഡ് ക്രസൻറ്റിൻ്റെയും ഏരിയയുടെ സമ്മ് മാത്രം മതി. അതാണ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ സമ്മിന് തുല്യമാണെന്ന് തെളിയിക്കേണ്ടത്. അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത ഈ ഭാഗത്തിൻ്റെ ഏരിയയും ഈ ഭാഗത്തിൻ്റെ ഏരിയയും നമ്മൾ ഈ പിന്നെ സെമി സർക്കിളുകളുടെ ഏരിയ കൂട്ടിയപ്പോൾ വന്നിട്ടുണ്ട്. ഇത് കുറയ്ക്കണം. ഈ രണ്ട് ഭാഗത്തിൻ്റെയും ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ C എന്ന് പറഞ്ഞാൽ ഏത് ഭാഗമായിരുന്നു വന്നത്? ഇത് മുഴുവനും ഇല്ലേ, ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന നോക്കിക്കോണേ, ഈ ഭാഗം മുഴുവൻ ഡയമീറ്റർ സിയുടെ C ആയ സെമി സർക്കിളിൻ്റെ ഏരിയയിൽ ഇത് മുഴുവൻ ഉൾപ്പെടുന്നില്ലേ? ഉണ്ട്. ആ ഏരിയയിൽ നിന്ന് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗം ട്രയാങ്കിളിൻ്റെ ഏരിയ കുറച്ചാൽ നമുക്ക്
ആവശ്യമില്ലാത്ത ഭാഗത്തിൻ്റെ ഏരിയ കിട്ടത്തില്ലേ? ഈ രണ്ട് ഭാഗത്തിൻ്റെ ഏരിയ കിട്ടത്തില്ലേ? ഈ രണ്ട് സർക്കിൾ പാർട്സിൻ്റെ ഏരിയ കിട്ടുമല്ലോ. എന്താണ്? ഈ മുഴുവൻ ഈ ഡയമീറ്ററായ ഈ സെമി സർക്കിൾ കണ്ടോ, ഈ സെമി സർക്കിൾ ഉണ്ടല്ലോ, ഈ സെമി സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കുറച്ചാൽ ഈ രണ്ട് ഭാഗത്തിൻ്റെയും ഏരിയ കിട്ടും, ഈ രണ്ട് സർക്കിൾ പാർട്സിൻ്റെയും ഏരിയ കിട്ടും. അപ്പം നമുക്ക് എന്താ എഴുതാം? സം ഓഫ് ഏരിയ ഓഫ് ഈ സർക്കിൾ പാർട്സിൻ്റെയും ഈ സർക്കിൾ പാർട്സിൻ്റെയും ഏരിയയുടെ സമ്മാണ് കണ്ടുപിടിക്കുന്നത്. സം ഓഫ് ഏരിയ ഓഫ് സർക്കിൾ പാർട്സ് ഈക്വൽ ടു ഈ സി ഡയമീറ്ററായ ഈ വലിയ സെമി സർക്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ വരും അല്ലേ? ഇത് മുഴുവൻ വരും. അതിൻ്റെ ഏരിയ എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? πc²/8. അതിനകത്ത് നിന്ന് ഏതിൻ്റെ ഏരിയ കുറയ്ക്കണം? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടോ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് ഏരിയ ഓഫ് സർക്കിൾ പാർട്സ് കിട്ടും. അതെന്താണ്? ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? ½ AB. അപ്പം നമുക്കിപ്പോൾ എന്താണ് കിട്ടിയത്? നമുക്ക് സം ഓഫ് ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ എയും സം ഓഫ് ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ ബിയും എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? πc²/8 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? πc²/8 എന്ന് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഈ സർക്കിൾ പാർട്സിൻ്റെ ഏരിയയുടെ സമ്മ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് ഏരിയാസ് ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ക്രസൻറ്റ് കിട്ടും. അപ്പോൾ സം ഓഫ് ഏരിയാസ് ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ക്രസൻറ്റ് ഈക്വൽ ടു എന്ത് വരും? എ ഡയമീറ്ററായ സെമി സർക്കിളിൻ്റെ ഏരിയയും ബി ഡയമീറ്ററായ സെമി സർക്കിളിൻ്റെ ഏരിയയും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? πc²/8. ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ എ പ്ലസ് ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ ബി. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ എ എന്ന് പറയുമ്പോൾ ഈ ക്രസൻറ്റും ഈ ഭാഗവും ഉൾപ്പെടും. ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ ബി എന്ന് പറയുമ്പോൾ ഈ റെഡ് ക്രസൻറ്റും ഈ ഭാഗവും ഉൾപ്പെടും. ഈ രണ്ട് സെമി സർക്കിളിൻ്റെ ഏരിയ കൂട്ടിയിട്ട് നമുക്ക് ഈ സർക്കിൾ പാർട്സിൻ്റെ ഏരിയ കുറച്ചാൽ ഏരിയ ഓഫ് ബ്ലൂ ക്രസൻറ്റ് പ്ലസ് ഏരിയ ഓഫ് റെഡ് ക്രസൻറ്റ് കിട്ടും. സം ഓഫ് ഏരിയ ഓഫ് സർക്കിൾ പാർട്സ് നമുക്ക് എന്ത് കിട്ടി? πc²/8 - ½ AB എന്ന് കിട്ടി. അപ്പോൾ ഇതിനകത്ത് നിന്ന് എന്ത് കുറയ്ക്കണം? πc²/8 - ½ AB കുറയ്ക്കണം. രണ്ട് ടേം ഉള്ളതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റ് ഇട്ടത്. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ എന്ത് വരും? πc²/8 മൈനസ് കൊണ്ട് ഗുണിച്ചാൽ -πc²/8, പിന്നെ മൈനസും കൂടെ ഗുണിച്ചാൽ +½ AB. ഇവിടെ ഇത് രണ്ടും വെട്ടിപ്പോകത്തില്ല. πc²/8 നിന്ന് πc²/8 കുറച്ചാൽ 0 അല്ലേ? അപ്പോൾ ½ AB എന്ന് കിട്ടി. ½ AB എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ അല്ലേ നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ തെളിയിച്ചല്ലോ. നമുക്ക് എന്തായിരുന്നു തെളിയിക്കേണ്ടത്? ഏരിയാസ് ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ക്രസൻറ്റ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ.